മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ വിസ്മയമായി മാറുകയാണ് കോഴിക്കോട്ടെ ബേപ്പൂർ തീരം. രാജ്യാന്തര നിലവാരത്തിലുള്ള വാട്ടർ ഫെസ്റ്റിലൂടെ ലോകശ്രദ്ധ നേടിയ ബേപ്പൂർ ഇപ്പോൾ വലിയൊരു വികസന മാതൃകയായി മാറിക്കഴിഞ്ഞു. ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ബീച്ചും ഉടൻ ആരംഭിക്കുന്ന രണ്ടാം ഘട്ട പദ്ധതികളും ബേപ്പൂരിന്റെ മുഖഛായ മാറ്റുകയാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കേരള ടൂറിസം കലണ്ടറിലെ തിളക്കമുള്ള അധ്യായമാണ്. കടലിലെ കായിക മാമാങ്കങ്ങൾക്കൊപ്പം നാടിന്റെ തനിമ വിളിച്ചോതുന്ന മത്സരങ്ങളും ബേപ്പൂരിനെ സജീവമാക്കുന്നു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ ഇവിടെ അരങ്ങേറാറുണ്ട്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒരുപോലെ പങ്കാളികളാകുന്ന ഈ മഹോത്സവം ബേപ്പൂരിനെ ഒരു ആഗോള ടൂറിസം ബ്രാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ബീച്ചിനെ കേന്ദ്രീകരിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര വികസനത്തിന്റെ ആദ്യഘട്ടം 10 കോടി രൂപ ചെലവിൽ പൂർത്തിയായതാണ്. തുരുമ്പെടുത്ത് നശിച്ചിരുന്ന പഴയ വിളക്കുകാലുകൾ മാറി. ആധുനികമായ വെളിച്ച സംവിധാനങ്ങൾ അവിടെ ഇടം പിടിച്ചു. നടപ്പാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ കട്ടകൾ മാറ്റി പുതിയവ വിരിക്കുകയും സന്ദർശകർക്കായി ഇരിപ്പിടങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളിലെ ഈ വലിയ മാറ്റം സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. And the public services are very good, like bus services and auto services are really good. They are really helpful. And the beach is really nice. ഓക്കെയാനും ഓടാനൊക്കെ ഒരുപാട് ആൾക്കാർ, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ നടക്കുന്ന, അതായത് പാസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഓക്കെയാണ്. എന്നാൽ ഓടാനായിക്കോട്ടെ നടക്കാനായിക്കോട്ടെ അതിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട്. പുറത്തുനിന്നുള്ള മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ചില്ല് ചെയ്യാനും നോമ്പ് തുറക്കാനൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. നാട്ടുകാർ മുഴുവനും വളരെ അഭിനന്ദിച്ച ഒരു പരിപാടിയാണ്. പഴയ കാലത്തുള്ള ബേപ്പൂരല്ല, ഇന്ന് ഫോറിനിലേക്ക് പോയ മാതിരിയാണ് ബേപ്പൂരിൻ്റെ സംവിധാനം. അങ്ങോട്ടേക്ക് ഓഷാനിക് ബീച്ച് എന്ന് പറയുന്ന ചാലിയവും ബേപ്പൂർ മറീനയും ഇത് രണ്ടും കടലും കായലും കൂടി സ്ഥിതി ചെയ്യുന്ന വളരെ ഗംഭീരമായ കാഴ്ചപ്പാടാണ്. ഇനി 15 കോടി രൂപയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി അത്യാധുനിക ഫുഡ് കോർട്ടും ടൂറിസ്റ്റ് ബോട്ടുകൾക്കായി പ്രത്യേക ഡോക്കും സജ്ജമാക്കും. ബേപ്പൂരിനെ ഒരു പോർട്ട് സിറ്റിയായി ഉയർത്തുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ദുബായ് ബേപ്പൂർ ടൂറിസം കോൺസെപ്റ്റും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി ഈ പുരാതന തുറമുഖ നഗരം മാറും. ന്യൂസ് മലയാളം, കോഴിക്കോട്.